പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കൺവെർസേഷൻ എഴുതുക, ചിന്തിക്കുക കുറഞ്ഞു വന്നിട്ട് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് എസ്പെഷ്യലി ഈ വീഡിയോ. ഒന്നും വയ്ക്കാൻ പറ്റാണ്ട് വന്നിട്ടുണ്ട്. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് മേഘ. ഇന്നത്തെ ഒരു വീഡിയോ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആൻഡ് ക്ലോസ് ടു ഹാർട്ട് ആണ്. ബിക്കോസ് ഇന്നത്തെ വീഡിയോ ഇസ് ഗോയിങ് ടു ബി സംതിങ് ഇൻറ്ററാക്റ്റീവ്. ദാറ്റ് ഈസ് ഞാൻ എന്തൊക്കെയോ ചെയ്യുന്ന സംഭവങ്ങൾ മാത്രമല്ലാണ്ട് സംതിങ് ദാറ്റ് ക്യാൻ ബി ബെനിഫിഷ്യൽ ടു ദ പീപ്പിൾ ഹു ആർ വാച്ചിങ് എന്നുള്ള രീതിയിൽ ഉള്ള ഒരു വീഡിയോ ആണ്. ഞാനും നിങ്ങളും ഒരു സേഫ് സ്പേസിലാണ് എന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാം. എന്നിട്ട് ലെറ്റ്സ് ടോക്ക് ആർ ഫീലിങ്സ് ഔട്ട്. ആൻഡ് ഐ നോ ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ, പക്ഷേ ലെറ്റ്സ് ഇമാജിൻ വി ആർ ടുഗെദർ ഈ ഒരു റൂമിൽ, എൻ്റെ ഒരു സ്പെഷ്യൽ സ്പേസിൽ നമ്മൾ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുകയാണ് എന്ന് ഇമാജിൻ ചെയ്തിട്ട് തന്നെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് കുറച്ച് കാലമല്ല, ഒരു 4-5 years ആയിട്ട് എനിക്ക് എഴുതുന്നത് എന്നുള്ളത് ഒരു വളരെ പേടിയുള്ള ഒരു കാര്യമായിരുന്നു. ഞാൻ നല്ലോണം എഴുതിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഞാൻ എഴുതുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും, ഭയങ്കരമായിട്ട് ഇമോട്ട് ചെയ്യും. ആൻഡ് അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് സ്ട്രെസ്ഫുള്ളും കുറച്ച് കൂടുതൽ എന്താ പറയുക, സെൽഫ് അവെയർനെസ് കൊണ്ടുവരുന്ന ഒരു പ്രൊസീജിയറാണ് എഴുതുക എന്നുള്ളത്. എഴുതുക എന്ന് പറയുമ്പോൾ നമുക്ക് ജേർണലിംഗ് എന്ന് നമ്മളൊരു വാക്കിലേക്ക് ഞാനത് കുറയ്ക്കുന്നില്ല. ഞാൻ എൻ്റെ ഒബ്സർവേഷൻസ് എഴുതാറുണ്ട്, എനിക്ക് തോന്നുന്ന പല പല കാര്യങ്ങൾ എഴുതാറുണ്ട്, പോയട്രി എഴുതാറുണ്ട്, പൊളിറ്റിക്സ് എഴുതാറുണ്ട്, അങ്ങനെ പലതും ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് എനിക്ക് പറ്റാറില്ല ബിക്കോസ് ഓഫ് കുറേ മെൻ്റൽ ബ്ലോക്സ്. ഫിസിക്കലി ഉള്ള ഒരു ഇഷ്യൂ കൊണ്ടല്ല, പക്ഷെ മെൻ്റലി പല പല ബ്ലോക്സ് വന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഈ ഒരു വീഡിയോയിൽ കൂടെ തന്നെ ഞാൻ എൻ്റെ ഒരു ജേർണി റീസ്റ്റാർട്ട് ചെയ്യാം ആൻഡ് കുറച്ച് ആൾക്കാരെ കൂടെ കൂട്ടുകയും ചെയ്യാമെന്ന്. എനിക്ക് ബെനിഫിഷ്യൽ ആവും എന്ന് തോന്നുന്ന ആൻഡ് ഇത് കാണുന്നവർക്ക് ബെനിഫിഷ്യൽ ആവുമെന്ന് തോന്നുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുള്ളത്. ആൻഡ് ഞാൻ എഴുതുന്ന സമയത്ത് ഞാൻ എൻ്റെ മെമ്മറീസും ഞാൻ എഴുതുന്ന കാര്യങ്ങളെ പറ്റിയിട്ടും ഒക്കെ സംസാരിക്കാം. ആൻഡ് അത് കേട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് നിങ്ങളുടെ ജേർണി എഴുതാം. മേ ബി ഇറ്റ് വിൽ ഇൻസ്പയർ യു ടു ഓപ്പൺ അപ്പ്. ഓരോ ക്വസ്റ്റ്യൻസ് കേൾക്കുന്ന സമയത്ത് വാട്ട് എക്സാക്ട്ലി ടു തിങ്ക് അബൌട്ട്. ആൻഡ് മേ ബി നിങ്ങൾക്ക് ഓക്കെ ഒരാളടുത്തുണ്ട് എന്നുള്ള ഒരു ഫീലിങ്ങിൽ നമുക്ക് ഇന്ന് ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ഡിസ്ക്ലെയിമേഴ്സ് ആയിട്ട് ഞാൻ പറയാം. ജേർണൽ ചെയ്യുമ്പം നമുക്ക് ഒരു ഈസ്തറ്റിക് സെൻസ് അല്ലെങ്കിൽ കുറേ കവായി സ്റ്റിക്കേഴ്സ് അത് ഇത് ഒക്കെ വേണം എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. പക്ഷേ അതൊക്കെ ഒരു അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ടു മേക്ക് യുവർ ജേർണൽ ലുക്ക് നൈസ്. ഓക്കെ, നമുക്ക് ജേർണൽ ചെയ്യുന്ന സമയത്ത് യു ക്യാൻ ഹാവ് പല രീതി ഓഫ് ജേർണൽസ്. അത് ഒരാൾക്ക് തന്നെ പല രീതിയിലുള്ള ജേർണൽസ് കീപ്പ് ചെയ്യാം. പല ആൾക്കാർക്ക് അവരുടെ ഡേയ്സിലുള്ള ഓരോ ദിവസവും അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള സാധനങ്ങൾ, അവർ കണ്ടിട്ടുള്ള കാഴ്ചകളുടെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ പ്രിൻ്റ് ഔട്ട്സ് എടുത്തിട്ട് അവർക്ക് പിക്ചേഴ്സായിട്ട് വെക്കാൻ ഇഷ്ടമാണ്. അവർ കഴിച്ച ചോക്ലേറ്റ്, അവർ പോയ സ്ഥലത്തെ ടിക്കറ്റ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റിക്ക് ചെയ്ത് ഒരു മെമ്മറി കളക്ഷൻ തന്നെ ഉണ്ടാക്കാൻ വളരെ ഇഷ്ടമാണ്. ആൻഡ് ഞാൻ എൻ്റെ രീതിയിൽ അത് ചെയ്തിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ യൂസ് ടു കളക്ട് ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ്. അത് ഞാൻ പ്രിസർവ് ചെയ്യുന്ന രീതിയിൽ എൻ്റെ ഒരു ഡയറി അല്ലെങ്കിൽ ജേർണൽ അതിൻ്റെ ഉള്ളിൽ വെക്കുമായിരുന്നു. ആൻഡ് വേറെ രീതിയിലുള്ള ജേർണൽ എന്ന് പറയുമ്പം വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് ഒരു ഡേയിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു എന്ന് മോർണിംഗിൽ എഴുതുക. ആൻഡ് രാത്രി ആവുന്ന സമയത്ത് നമ്മൾ അതിനെ പറ്റിയിട്ടൊന്ന് റിഫ്ലക്റ്റ് ചെയ്യുക, നമ്മളുടെ ഡേനെ പറ്റി റിഫ്ലക്റ്റ് ചെയ്യുക, നമ്മളെ പറ്റി റിഫ്ലക്റ്റ് ചെയ്യുക, നമ്മൾക്കുണ്ടായ എക്സ്പീരിയൻസസിനെ പറ്റിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ജേർണൽ. ആൻഡ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് എസ്പെഷ്യലി ഫോർ പീപ്പിൾ ഹൂ സ്റ്റോപ്ഡ് ടോക്കിംഗ് ടു ദെംസെൽഫ്. കുറച്ച് അത് ഞാൻ പറയുമ്പോൾ മനസ്സിലാവുന്ന എത്ര പേരുണ്ടാവും എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളോട് തന്നെ സംസാരിക്കുന്നത് എപ്പോഴെങ്കിലും ഒക്കെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് കൺവെർസേഷൻ. ഓക്കെ, നെഗറ്റീവ് സെൽഫ് ടോക്ക് നമുക്കൊക്കെ എല്ലാ ദിവസവും വരുന്നതാണ്. ആൻഡ് ഐ ഹോൾഡ് യുവർ ഹാൻഡ് വൈൽ വി ആർ ഡൂയിങ് ദിസ് ആൻഡ് ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് ദിസ് ഈസ് സംതിങ് ഫൺ ടു. ബിക്കോസ് കുറച്ച് ഗോസിപ്പും ടീയും ഒക്കെ ഞാൻ ഇതിലിടാം അബൌട്ട് മൈ ലൈഫ് ബിക്കോസ് ഐ ലൈക്ക് ടു ഓവർ ഷെയർ. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് റൈറ്റ് ഇൻ ടു ദ വീഡിയോ. ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇത് എനിക്ക് കിട്ടിയ ഒരു ഡയറിയാണ്. നോർമലി നമുക്ക് നമ്മളെ പേരൻസിനും അല്ലെങ്കിൽ നമുക്ക് ബാങ്കിലോ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് പല ഡയറികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു നോർമൽ ഡയറിയും എൻ്റെ ഒരു ഫേവറേറ്റ് പെന്നുമാണിത്. ഇത് വളരെ സ്മൂത്തായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു പെന്നാട്ടോ. ഇത് ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പെന്നാണ്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഈ പെന്നിനൊരു വലിയ പ്രശ്നമുള്ളത്, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം നമ്മൾ നോട്ട്ബുക്കിൽ എഴുതുമ്പം ഇതിൽ ഈ ഒരു
സ്പോട്സ് പോലെ അപ്പുറത്തെ സൈഡിൽ വരുമായിരുന്നു. അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് അങ്ങനെ നോക്കിയൊന്നും എഴുതാൻ ഇതിന് വലിയൊരു താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇതുപോലെയുള്ള കട്ടി പേജസിലൊക്കെ ഇത് എഴുതാൻ നല്ല സ്മൂത്ത് ആൻഡ് നല്ല സുഖമാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനും എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഐ തോട്ട് ഐ ടോക്ക് അബൌട്ട് ദാറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുറേ മുന്നേ നിർത്തിയ ഒരു പരിപാടിയാണിത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിലേക്ക് ഇപ്പോൾ കടക്കാൻ വേണ്ടിയിട്ടൊരു ഇതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെന്നിനെയൊക്കെ പറ്റി സ്റ്റോൾ ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മൾക്ക് എഴുതണ്ട, അല്ലെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഫീലിങ്സിലേക്ക് കടക്കുക ഒന്നും വേണ്ട. നമുക്കൊരു ചെറിയൊരു ആക്ടിവിറ്റി ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സംഭവമാണ്. ആൻഡ് അത് ഇപ്പോൾ തന്നെ എന്നെ കുറച്ചൊന്ന് കാമാക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐ വിൽ ഷെയർ ദിസ് വിത്ത് യു. ബേസിക്കലി നമ്മുടെ ബ്ലാങ്ക് പേജിൽ യു ഡ്രോ സം സർക്കിൾസ്, ഫ്രീ ഹാൻഡ് ആയിട്ട് കേട്ടോ, വെറുതെ കുറച്ച് സർക്കിൾസ്. ആൻഡ് എൻ്റെ ഫ്രീ ഹാൻഡ് സർക്കിൾസ് ഇതാ. ഇവിടെ നിന്ന് നമ്മൾക്ക് എല്ലാ ക്രിയേറ്റീവ് ഫ്രീഡമും ഉണ്ട്. ഈ സർക്കിൾസ് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതിനകത്ത് എഴുതാം, വരയ്ക്കാം, നമ്മൾക്ക് എന്തെങ്കിലും ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം ഞാനിപ്പോൾ എഴുതാൻ ഉദ്ദേശിക്കുന്നില്ല, ഓർ ഐ ഡോണ്ട് നോ, മേ ബി ഐ പുട്ട് സം വേർഡ്സ് ഇൻ. അപ്പം ഐ ആം ഗോയിങ് ടു ഡു ദിസ്. ആൻഡ് നിങ്ങളും അത് ഈ ഒരു ടൈമിൽ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്തോളൂ. എന്നിട്ട് ലെറ്റ്സ് ഗോ ഇൻ ടു ദ നെക്സ്റ്റ് വൺ. ആൻഡ് അതിന് മുന്നേ ഐ വിൽ ബി ഷോയിങ് യു വാട്ട് ഞാനിത് ചെയ്ത് എവിടെ എന്ത് കുളമാക്കി അല്ലെങ്കിൽ എന്താക്കി എന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരും കേട്ടോ. സർക്കിൾ ആക്ടിവിറ്റി വെൻറ്റ് വെൽ. എൻ്റെ സർക്കിൾസിൽ എന്താ ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പം എനിക്ക് ഒരു ചെറിയൊരു ഡിസ്ട്രാക്ഷൻ ആവാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിൽ വെറുതെ ഒരു വീഡിയോ കാണാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ലെറ്റ്സ് ഗോ റൈറ്റ് ഇൻ ടു ദ ഫൺ ആൻഡ് ദ സീരിയസ് പാർട്ട്. നമ്മളെ ഫസ്റ്റ് ജേർണൽ പ്രോംപ്റ്റ് ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞതിന് ശേഷം യു ക്യാൻ പോസ് ദിസ് വീഡിയോ ആൻഡ് തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് റൈറ്റ്. ആൻഡ് അതിന് ശേഷം ഐ ടോക്ക് അബൌട്ട് വാട്ട് ഐ റോട്ട്. ആൻഡ് എന്നിട്ട് നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. അപ്പോൾ നമ്മളെ ഫസ്റ്റ് പ്രോംപ്റ്റ് ആണ് വിഷ്മിലക്. എന്തുവാ ഇങ്ങനെയാണ്? ഓക്കെ, എനിവേ, കൺസിഡർ ആൻഡ് റിഫ്ലക്റ്റ് വാട്ട് മൈറ്റ് ബി യുവർ ഫേവറേറ്റ് ഫെയിലിയർ. അപ്പം ഐ ഹോപ്പ് ഫസ്റ്റ് പ്രോംപ്റ്റ് വെൻറ്റ് വെൽ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ആൻസറിൽ ഞാൻ എഴുതിയത്, ആൻസറല്ല, ലൈക്ക് എൻ്റെ ഒരു റിഫ്ലക്ഷനിൽ തോന്നിയൊരു കാര്യം ഞാൻ എഴുതിയത്, എനിക്ക് തോന്നുന്നു ഞാനൊരു ഡോക്ടറായില്ല എന്നുള്ളൊരു സംഭവമാണ്. 12th വരെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ്, ഞാൻ ഹൗസ് MD കാണുമായിരുന്നു, ഗ്രേസ് അനാട്ടമി കാണുമായിരുന്നു. അത് ക്ലീഷേ ആൻസർ, ഓക്കെ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ഡോക്ടർ ആവണം എന്നുള്ളതൊക്കെ. ആൻഡ് അതിൻ്റേതായിട്ടുള്ള ഒരു, നമുക്ക് വീട്ടിൽ നിന്നൊക്കെ അങ്ങനത്തെ ഒരു ഇത് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോച്ചിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു സമയത്ത് ഞാൻ കൺസിഡർ ചെയ്ത ഒരു ഗ്രേറ്റസ്റ്റ് ഫെയിലിയർ ആയിരുന്നു എനിക്ക് MBBSന് അഡ്മിഷൻ കിട്ടിയില്ല എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു വലിയൊരു, ഞാനിപ്പം എൻ്റെ ജീവിതത്തിൽ താങ്ക്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. ഐ മീൻ, അവിടെ എത്തിപ്പെടുന്ന ആൾക്കാർക്ക് സോ മച്ച് ലവ് ആൻഡ് സോ മച്ച് റെസ്പെക്റ്റ് ടു ദ പീപ്പിൾ ഹു ആർ, എന്താ പറയുക, നീറ്റിന് വേണ്ടി ഇപ്പോൾ ambitious ആയിട്ട് നിൽക്കുന്നവരോ അല്ലെങ്കിൽ നീറ്റ് PG എഴുതാൻ നിൽക്കുന്നവരോ ഒക്കെ. ഐ ഹാവ് അറ്റ് മോസ്റ്റ് റെസ്പെക്ട് ഫോർ യു ഗൈസ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ 5 or 6 മാർക്കിൻ്റെയൊക്കെ ഒരു ഇതിലാണ് എനിക്ക് ഇത് പോയത്, MBBS പോയത്. അപ്പം റിപ്പീറ്റ് ചെയ്തിട്ട് കേട്ടോ, ആദ്യത്തെ പ്രാവശ്യം എനിക്ക് ഒരു മാർക്കും ഇല്ലായിരുന്നു. ഈ ആ ഒരു ടൈം വാസ് വെരി ഹൊറബിൾ. ഞാൻ റിപ്പീറ്റ് ചെയ്ത സമയത്ത് എനിക്ക് എല്ലാ രീതിയിലുള്ള, ഇപ്പോഴും എനിക്ക് പേഴ്സിസ്റ്റ് ചെയ്യുന്ന പല ഫിസിക്കൽ ഇഷ്യൂസും സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്നാണ്. ആൻഡ് മെൻ്റലിയും എനിക്ക് ഭയങ്കര ടോർച്ചറസ് ആയിട്ട് തോന്നിയ ഒരു സമയമായിരുന്നു ആ ഒരു ഹോസ്റ്റലിൽ നിന്നത്. അവിടെ ഉണ്ടായിരുന്ന കുറേ എൻ്റെ ഫ്രണ്ട്സ് കാരണം മാത്രമാണ് ഞാൻ സർവൈവ് ചെയ്തതെന്ന് എനിക്ക് തോന്നും. അല്ലാത്ത പക്ഷം ഞാൻ ശരിക്കും സർവൈവ് ചെയ്യില്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രഷർ, അവിടെ ഉണ്ടായിരുന്ന ഒരു വോൾ അറ്റ്മോസ്ഫിയറും ഒക്കെ ഭയങ്കര നെഗറ്റീവായിരുന്നു. അപ്പം
അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. ബിക്കോസ് ഇത്ര ഒരു ചെറിയൊരു ഡിഫറൻസിൽ ഐ ലോസ്റ്റ് എ സീറ്റ് എന്നുള്ളത് വെച്ചിട്ട്. അപ്പോഴത്തെ ഒരു മെൻറ്റാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും നല്ല മെഡിക്കൽ കോളേജിൽ പഠിക്കണം അങ്ങനെയൊന്നുമല്ല. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ബി ഒരു MBBS ഡോക്ടർ. ഇഫ് ദാറ്റ് മീൻസ് ഞാൻ ബീഹാറിൽ പോയി പഠിച്ചാലും, ഐ മീൻ അവിടുത്തെ നല്ലതാണ്, പക്ഷേ എവിടെ പോയാലും ഐ ആം ഫൈൻ വിത്ത് ഇറ്റ് എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് കംപ്ലീറ്റ്ലി എയിംലെസ് ആയി പോയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അത്ര കാലം ഞാൻ വിചാരിച്ചത് അങ്ങനെയായിരുന്നു. ഞാൻ ഭയങ്കര സ്റ്റുഡിയസ് ആയിട്ടുള്ളൊരു ആളൊന്നും അല്ലായിരുന്നു. പക്ഷേ ഐ വാസ് വെരി ഈസി ഗോയിങ് ആൻഡ് ഐ ന്യൂ ദാറ്റ് ഞാനൊന്നിരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടും എന്നുള്ളൊരു ആത്മവിശ്വാസം എൻ്റെ ഉള്ളിൽ എവിടേക്കോ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര മാർക്കും ഭയങ്കര റാങ്കും ഒക്കെ ഉണ്ടാവുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ MBBSന് ജോയിൻ ചെയ്യാൻ പറ്റും റിപ്പീറ്റ് ചെയ്താൽ എന്നുള്ളൊരു വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോയപ്പം എനിക്ക് ഉണ്ടായിരുന്ന ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് വെരി ടെറിഫൈങ്. ഓക്കെ, പിന്നെ അതിന് ശേഷം എനിക്ക് പിന്നെ എന്താ ചെയ്യേണ്ടത്, ഒരു പ്രൊഫഷനായിട്ട് എന്താ ടേക്കപ്പ് ചെയ്യേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പം അത്ര കാലം വേറൊരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു പ്ലാൻ ബി എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. ആൻഡ് അതുപോലെ തന്നെ വേറെ സ്ട്രീം ഓഫ് മെഡിസിൻ, നോ ഹേറ്റ് ഓ എനി ഓഫ് ദാറ്റ്, പക്ഷെ അതിലേക്കൊന്നും പോകാൻ വേണ്ടിയിട്ട് എനിക്ക് തീരെ ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ പല കാരണങ്ങളുകൊണ്ട് തന്നെ എനിക്ക് ആ സമയത്ത് ഭയങ്കര ഒരു ലൈഫിനെ ഓൾട്ടർ ചെയ്യുന്ന പല ഡിസിഷൻസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് അത്ര ടഫായിട്ടുള്ളൊരു ടൈമുമായിരുന്നു. അപ്പം ഐ തിങ്ക് ദാറ്റ് വാസ് മൈ ഫേവറേറ്റ് ഫെയിലിയർ. ബിക്കോസ് ഞാൻ ആ ഒരു സമയത്ത് പോയി എന്ന് വിചാരിച്ച ഒരു മൂമെൻറ്റിൽ നിന്ന് ഞാനിപ്പോൾ ആലോചിക്കുമ്പം എൻ്റെ ഇപ്പോഴത്തെ ഒരു പേഴ്സണാലിറ്റി, എനിക്കിപ്പോൾ ഉള്ള പല ഗുഡ് ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഉള്ള പല നോളജ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ആ ഒരു ഡിസിഷന് ശേഷമാണ്. ഞാൻ ഈ ഫെയിലിയർ ആണ് എന്ന് വിചാരിച്ച ഒരു സംഭവത്തിന് ശേഷം ഉണ്ടായ കുറേ കാര്യങ്ങളാണ് എനിക്ക് ജീവിതം പഠിപ്പിച്ചു തന്നത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു ബിഗ് തിങ് ഇസ് ദാറ്റ് എനിക്കൊരിക്കലും ആ ഒരു പ്രഷർ കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നും. ആ ഒരു സമയത്ത് MBBS കിട്ടുക എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമായിട്ട് ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് MD അത് MSH അത് ഇതെന്നുള്ളതൊന്നും എനിക്ക് അതിനെ പറ്റിയൊരു വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അപ്പം MD ഒക്കെ ചെയ്യുന്നവരുണ്ട് ഓഫ് കോഴ്സ്. പക്ഷേ ഞാനപ്പോൾ മനസ്സിൽ വിചാരിച്ചിരുന്നത് ഓക്കെ, അതിന് ശേഷം അതൊരു സ്മൂത്ത് റൈഡായിരിക്കും, നീറ്റ് എഴുതി കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സ്മൂത്ത് റൈഡായിരിക്കും എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ എൻ്റെ പല ഫ്രണ്ട്സിൻ്റെയും അല്ലെങ്കിൽ നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ കാണുമ്പോഴും ഉള്ള എക്സ്പീരിയൻസസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ആലോചിക്കുക അവരുടെ ഒന്നും വിൽ പവറോ ഒരു അങ്ങനത്തെ ഒരു കേപ്പബിലിറ്റി എനിക്ക് ഉണ്ടാവാൻ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. അത്രയ്ക്ക് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഫഷനും ആണ്. ആൻഡ് അത്രയ്ക്ക് തന്നെ ആ ഒരു റെസ്പെക്റ്റ് വരുന്നതിൻ്റെ റീസൺ ഇസ് ബിക്കോസ് ഓഫ് ദ ജേർണി വി ഹാവ് ടു ടേക്ക്. വേറെ ഒരു പ്രൊഫഷനും പോലെയല്ല. ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള 2 എക്സാംസ് ആണ്. അതിന് ശേഷം എന്തെങ്കിലും റിസർച്ച് ബേസ്ഡ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ അവിടെയും വളരെ കുറച്ച് സീറ്റുകളോ അല്ലെങ്കിൽ വളരെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസേ ഉള്ളൂ. അപ്പം അങ്ങനത്തെയൊക്കെ ഒരു രീതിയിൽ ആൻഡ് ദ ലൈഫ് സ്റ്റൈൽ, നൈറ്റ് ഷിഫ്റ്റ്സ്, അതുപോലെ കുറേ ഓവർ വർക്ക്ഡ് ആവുന്നത്, ഭയങ്കര ഒരു ഡിസ്പ്രപ്പോർഷനറ്റ് ആയിട്ടുള്ള ഒരു റേഷ്യോ ആണല്ലോ. ഇപ്പം ഒരു ഡോക്ടർക്ക് കുറേ പേഷ്യൻസ് എന്നുള്ളൊരു ഇതിലാണല്ലോ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് ആണെങ്കിലും പബ്ലിക് ഹെൽത്ത് സിസ്റ്റമിലാണെങ്കിലും ഒക്കെ അങ്ങനെയാണ് പോകുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഐ കനോട്ട് ഇമാജിൻ മൈസെൽഫ് അങ്ങനത്തെ ഒരു സ്പേസിൽ. ഇപ്പം ഇറ്റ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫെയിലിയേഴ്സ്. പക്ഷേ ആ ഒരു സമയത്ത് എന്നെ തകർത്ത ഒരു ഫെയിലിയർ തന്നെയായിരുന്നു അത്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോംപ്റ്റിലേക്ക് പോവാം. ഇൻ വാട്ട് വേസ് ആർ യു സെൽഫ് സാബോട്ടാജിങ് ഓർ ഹോൾഡിങ് യുവർ സെൽഫ് ബാക്ക്? ഓക്കെ, ഐ ഹോപ്പ് നിങ്ങളുടെ അത് എഴുതി കഴിഞ്ഞു എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എന്നെ ഹോൾഡ് ബാക്ക് ചെയ്യുന്ന ഒരു ബിഗ് തിങ്, ഞാൻ തന്നെ എന്നെ ഹോൾഡ് ബാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ ഒരു സെൽഫ് സാബോട്ടാജ് എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ഒരു ബിഗ്ഗസ്റ്റ് തിങ് എനിക്ക് തോന്നുന്നത് ഇസ് ആ ഒരു പേടി ടു ഡു ന്യൂ തിങ്സ്. ഇപ്പോഴത്തെ എൻ്റെ ഒരു ലൈഫിൽ വളരെ കണ്ടൻ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര പ്രയാസമാണ്. എന്ന് വെച്ചാൽ
പുതിയ ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് പുതിയ ചേഞ്ചസ് വരും. അല്ലെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു വീട്ടിൽ നിന്ന് നമ്മൾ മെയിൻ റോഡിലേക്ക് പോകണമെങ്കിൽ പല റോഡുകളുണ്ട്. അപ്പം ഞാനെപ്പോഴും സഞ്ചരിക്കുന്ന ഒരു റോഡിൽ ഞാൻ അവിടെ ഓക്കെയാണ്, അവിടെ എനിക്ക് പ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. ഞാൻ ഇന്ന ആൾക്കാരെ കാണും, ഇന്ന വളവുകളും തിരിവുകളും വരും, ഇന്ന വണ്ടികൾ ആ റോഡിൽ വരുള്ളൂ എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആ റോഡിലൂടെ സ്മൂത്തായിട്ട് പോകുന്നു. പക്ഷേ എനിക്ക് വേറെ റോഡുകളിലൂടെ സഞ്ചരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് അവിടെ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് പണ്ടേ ഉള്ള ഒരു പേടിയാണ്, ഒരു ഫിയർ ഓഫ് അൺനോൺ എന്നുള്ളത്. എനിക്ക് ഈ പുഴകൾ ഭയങ്കര പേടിയാണ്, ഓഷ്യനെങ്ങാട്ടും പേടിയാണ്. ബിക്കോസ് പുഴയിൽ എനിക്കൊരു ഭയങ്കര ഒരു നിഗൂഢത തോന്നും, ഒരു ഭയങ്കരമായിട്ട് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു ആഴം, അല്ലെങ്കിൽ ഭയങ്കര ഒരു നമ്മളെല്ലാ മൂലയിലും, ഞാൻ കോഴിക്കോടാണ്, അപ്പോൾ ഇവിടെ എല്ലാ മൂലയിലും പുഴകളുണ്ട്. പക്ഷേ പുറത്തുനിന്ന് നല്ല സെറീനായിട്ട് കാണുന്ന ഒരു സാധനത്തിൻ്റെ അടിയിൽ എന്താണ് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇതുവരെ ഞാനൊരു വീഡിയോയിൽ പോലും കണ്ടിട്ടില്ല ഒരു പുഴേൻ്റെ അടിയിൽ എന്തൊക്കെ ജീവികളുണ്ട്, അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് എന്നുള്ളതൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പം അതൊരു ഭയങ്കര ഒരു സില്ലി ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നും. അതുപോലെ തന്നെയാണ് ഞാൻ ലൈഫിൽ പല കാര്യങ്ങളും ചെയ്യണ്ട എന്ന് വിചാരിക്കുന്നത്. പുറത്തുനിന്ന് ആലോചിക്കുമ്പോൾ വലിയ ഇതൊരു ചെറിയ കാര്യമല്ല എന്ന് തോന്നുമെങ്കിലും എനിക്ക് അതിലെന്താണ് ഉണ്ടാവുക, അല്ലെങ്കിൽ വാട്ട് ഇറ്റ് ഹോൾഡ്സ് ഫോർ മീ ഇൻ ദ ഫ്യൂച്ചർ എന്നുള്ളത് ആലോചിക്കുമ്പം ഒരു ഐഡിയ ഇല്ലായ്മ വരുമ്പം തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്, എനിക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷനാണ്. എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തൊക്കെ ഗോ റോങ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. ഞാൻ ഇതിൽ എന്തൊക്കെ ഗോ റൈറ്റ് ചെയ്യാം എന്നുള്ളത് ചിന്തിക്കാറില്ല. ബിക്കോസ് മോസ്റ്റ് കേസസിലും ഞാനൊരു പുതിയ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സക്സസ് ആവുകയാണ് ചെയ്തിട്ടുള്ളത് സ്റ്റാറ്റിസ്റ്റിക്കലി. ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ എഴുതിയപ്പോൾ. പക്ഷേ എപ്പോഴും ഞാൻ നെഗറ്റീവ് കാര്യങ്ങളെ ചിന്തിക്കാറുള്ളൂ. എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു സാഹചര്യം ഞാനൊരു ഡെസിഷൻ എടുത്തിട്ട്, ഒരു പുതിയൊരു ഡെസിഷൻ എടുത്തിട്ട് അത് ഗോ റോങ് ചെയ്തത് 1-2 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടോ. പക്ഷെ അതല്ലാണ്ട് ഞാൻ പുതിയ കാര്യങ്ങൾ എപ്പോഴൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ, എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടോ, അതൊക്കെ എനിക്ക് സക്സസ് ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ അതെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് പ്രോംപ്റ്റ് ഇസ് അബൌട്ട് ബൗണ്ടറീസ്. അപ്പം വാട്ട് ഈസ് എ ബൗണ്ടറി ദാറ്റ് യു വുഡ് ലൈക്ക് ടു എസ്റ്റാബ്ലിഷ് ഇൻ യുവർ ലൈഫ് നൗ? ബൗണ്ടറീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് ബൗണ്ടറീസ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ് എന്ന് എന്നെ തന്നെ പറഞ്ഞ് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ ഞാനിങ്ങനെ ജേർണൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയറിൽ ഞാനിങ്ങനെ എഴുതി വരുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, പല സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് വേർ ഐ ഹാവ് ബിൻ പുഷ്ഡ് ഓവർ. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്ഥലത്ത് നോ പറഞ്ഞെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ഓപ്പോസിറ്റുള്ള ആൾ അത് ഒരു യെസ് ആക്കി എടുപ്പിക്കുക, അല്ലെങ്കിൽ പിന്നൊരു സാഹചര്യത്തിലേക്കിലും ഞാനത് ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു സംഭവത്തിലേക്ക് ഞാൻ മോസ്റ്റ് സമയം എത്താറുണ്ട്. അപ്പോൾ ഉള്ളിൽ ഞാൻ പല സമയത്തും ഞാൻ വിചാരിക്കാറുണ്ട് ഞാൻ നല്ലോണം ബൗണ്ടറീസൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് മെൻ്റൽ പീസ് ഉണ്ട്. അത് സത്യമാണ്. ഞാൻ പണ്ടത്തെക്കാട്ടും ഒരു ബെറ്റർ പ്ലേസിലാണ്. ഞാൻ പണ്ട് ഭയങ്കര പീപ്പിൾ പ്ലീസർ ആയിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ അങ്ങനത്തെ ഒരു ഇതിലല്ല. പക്ഷെ എന്നാൽ തന്നെയും നമുക്ക് ഒരു ഇന്നെവിറ്റബിൾ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ എനിക്കെപ്പോഴും ബൗണ്ടറി ഒന്നും വയ്ക്കാൻ പറ്റാണ്ട് വന്നിട്ടുണ്ട്. നമ്മളുടെ ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻ അബൌട്ട് ആ ലൈഫ്, അല്ലെങ്കിൽ അബൌട്ട് നമ്മൾ ചെയ്യുന്ന ഈവൻ ചെറിയ കാര്യങ്ങൾ, എനിക്കതൊരു ഒരു സർട്ടൻ സിനാരിയോ ആയിട്ട് പോലും പറയാൻ സത്യസന്ധമായിട്ട് എനിക്കില്ല. ബിക്കോസ് എനിക്ക് ആ ഒരു ഫീലിംഗ് മാത്രമേ അറിയുന്നുള്ളൂ, അല്ലെങ്കിൽ ആ ഫീലിംഗ് മാത്രമേ എനിക്ക് ഓർമ്മ കിട്ടുന്നുള്ളൂ. എനിക്ക് അറിയുന്നുണ്ടാവും ദാറ്റ് ഞാൻ ചെയ്യുന്ന സംഭവം ഇസ് റൈറ്റ്, അല്ലെങ്കിൽ ഇറ്റ്സ് റൈറ്റ് ഫോർ മീ. ആൻഡ് ഞാനത് വേറെ ആരെയും നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ചെയ്തുകൊണ്ട് പോകുമ്പം മറ്റൊരാൾ വന്നിട്ട് അവരുടെ ഒപ്പീനിയൻ പറയുമ്പം ഞാൻ പെട്ടെന്ന് ഞാൻ പോലും അറിയാണ്ട് ഞാൻ അവർ പറഞ്ഞ സംഭവം ചെയ്തു പോകും. ഞാൻ പോലും അറിയാണ്ട് ഞാനിങ്ങനെ ഓക്കെ അത് ശരിയാണ് എന്നുള്ള ഒരു കൺവെർസേഷനലിയെങ്കിലും ഞാനൊരു ആ ഒരു ഇതിലേക്ക് പോകും. അതൊരു ഭയങ്കര വലിയ കാര്യമല്ല, പക്ഷേ ഐ എം വെരി പ്രൗഡ് ഓഫ് ദ ഫാക്ട് ദാറ്റ് പണ്ടൊരു ഭയങ്കര പീപ്പിൾ പ്ലീസർ എന്നുള്ള രീതിയിൽ ഇപ്പോഴത്തെ എൻ്റെ ഒരു പ്ലേസ് ഇൻ ലൈഫിൽ ഐ എം വെരി പ്രൗഡ് ഓഫ് മൈസെൽഫ്. പക്ഷേ എനിക്ക് തോന്നും ദാറ്റ് ഐ നീഡ് ടു think before I do things and think before I speak.
ഐ ഡു തിങ്ക് ബിഫോർ ഐ സ്പീക്ക് എന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഐ നീഡ് ടു തിങ്ക് ബിഫോർ ഐ ആക്ട് എന്ന് എനിക്കിപ്പോൾ തോന്നുകയാണ്. ബിക്കോസ് ഞാൻ ചില ആക്ഷൻസ് പെട്ടെന്ന് ഒരാൾ പറയുമ്പോൾ ഞാൻ ഇമ്പൾസീവ്ലി അവർ പറഞ്ഞ കാര്യം ചെയ്യുക എന്നുള്ള ഒരു റോഡിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇപ്പം ഞാൻ ഒരു വഴിയാണ് നോക്കി വണ്ടി ഓടിക്കുന്നതെന്ന് വെച്ചോ, പക്ഷെ പെട്ടെന്ന് ഒരാൾ പറയണമല്ല നമുക്ക് ഈ വഴി പോകാം, അപ്പം ഞാൻ അപ്പം വണ്ടി ഓടിച്ചു. അങ്ങനത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവർ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് പോലും ഞാൻ ചിന്തിക്കുന്നില്ല. അവരങ്ങനെ പറയുമ്പോഴത്തേക്ക് ഞാനത് ചെയ്യുകയാണ്. ഈവൺ ദോ എൻ്റെ മനസ്സിൽ ഈ റോഡിൽ കൂടെ പോയാലും ഓക്കെ, പക്ഷെ ഞാൻ മനസ്സിൽ എവിടേക്കും അൺകോൺഷ്യസ്ലി വിചാരിക്കുകയാണ് ഓക്കെ ഐ മൈറ്റ് ബി റോങ് ആൻഡ് ദിസ് പേഴ്സൺ മൈറ്റ് ബി റൈറ്റ് എന്നുള്ളത്. അപ്പം ഇങ്ങനത്തെ സാഹചര്യത്തിൽ റൈറ്റ് ഓർ റോങ് ഉള്ളതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ കാര്യങ്ങളിൽ മറ്റുള്ളവർ പറയേണ്ടത് പറയും. അതൊരു എക്സാമ്പിളാട്ടോ, ആരും എന്നോട് റോഡ് മാറി പോകാമെന്ന് പറഞ്ഞോന്നല്ല, പക്ഷെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഐ തിങ്ക് ഐ നീഡ് ടു ചേഞ്ച്. സോ ഐ ഹോപ്പ് ഈ ഒരു കുറച്ച് നേരം വാസ് പ്രൊഡക്റ്റീവ് ഫോർ യു, ആൻഡ് ഐ ഹോപ്പ് ഈ ഒരു കുറച്ച് നേരം വാസ് സംതിങ് വെരി സ്മോൾ, പക്ഷേ ഐ ഹോപ്പ് ഇറ്റ് വാസ് സംതിങ് ദാറ്റ് വർക്ക്ഡ് ഔട്ട് ഫോർ യു ഗൈസ്. കുറച്ചുകൂടി ബെറ്റർ പ്രോംസുമായിട്ട് ഞാൻ വരാം. ഇപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രോംസൊക്കെ ചെയ്യാൻ തോന്നിയുള്ളൂ. ആൻഡ് അതൊക്കെ ചെയ്യാൻ വേറൊന്നും ഭയങ്കരമായിട്ട് ഹെക്റ്റിക്കായിട്ട് ചിന്തിക്കാനോ അല്ലെങ്കിൽ സിറ്റിംഗ് വിത്ത് അങ്ങനത്തെ ഡിഫിക്കൾട്ട് ഫീലിങ്സ് ഒന്നും ചിന്തിച്ചിട്ടല്ല ഞാൻ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ഞാൻ അങ്ങനെ തന്നെ ചെയ്തു എന്നേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഇപ്പം തന്നെ കുറച്ച് മെൻ്റലിയും ഫിസിക്കലിയും എനിക്ക് കുറച്ച് ടയറിങ് ആയി തോന്നുകയാണ്. നമ്മൾക്ക് ട്രബിളിങ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ എഴുതുക, അല്ലെങ്കിൽ നമ്മൾക്ക് കുറച്ച് ആങ്ഷ്യസ് ആയി തോന്നുന്ന ഫീലിങ്സിനെ പറ്റിയിട്ട് നമ്മൾ എഴുതുകയും സംസാരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് എന്നെ ആങ്ഷ്യസ് ആക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും അല്ല പറഞ്ഞത്. പക്ഷെ എന്നാൽ തന്നെ ഇറ്റ്സ് ലൈക്ക് ഞാൻ ഇന്ന രീതിയിൽ ചിന്തിക്കായിരുന്നു, പക്ഷെ ഞാൻ ഈ ഒരു ജേർണൽ ചെയ്യുമ്പം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു കൺവെർസേഷൻ പറയുമ്പം എനിക്ക് ഇങ്ങനെ ചിന്തിക്കേണ്ടി വരികയാണ്. അപ്പം മെൻ്റലി നമ്മൾ കുറച്ചൊന്ന് ടയേർഡ് ആവൂലേ, അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഫ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. ആൻഡ് ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡു ഓൾസോ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ജേർണലിംഗ് പ്രോംസ് ഇതുപോലെ എൻ്റെ അടുത്തും നമ്മൾ ഒരു കുട്ടി കമ്മ്യൂണിറ്റീൻ്റെ അടുത്തും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾസോ യു ക്യാൻ ഈദർ പോസ്റ്റ് ഓൺ ദ കമ്മ്യൂണിറ്റി posting area, or you can post as a comment in this video. Okay, I'll see you guys with another video. Stay safe and I love you all. Bye.